കോടികൾ മുടക്കി നവീകരണം നടക്കുന്ന മുക്കം ബൈപ്പാസ് മാമ്പറ്റ റോഡിൽ കുറ്റിപ്പാലങ്ങാടി വീതി കൂട്ടണമെന്ന ആവശ്യം ശക്തം. അങ്ങാടിയിലെ അംഗൻവാടി, സാംസ്കാരിക നിലയം കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി റോഡിന്റെ വീതി വർദ്ധിപ്പിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 5.5 കോടി രൂപ ചെലവിൽ നവീകരണ പ്രവൃത്തി പുരോഗമിക്കുന്ന PC ജംഗ്ഷൻ വെസ്റ്റ് മാമ്പറ്റ ബൈപ്പാസിൽ കുറ്റിപ്പാല അങ്ങാടി വീതി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത്. അങ്ങാടിയോട് ചേർന്നുള്ള സാംസ്കാരിക നിലയവും അങ്കണവാടിയും പൊളിച്ചു നീക്കാതെ പ്രവൃത്തി പൂർത്തിയാക്കിയാൽ വീതി കൂട്ടുന്ന റോഡിന്റെ ഈ ഭാഗം കുപ്പിക്കഴുത്താകുമെന്ന് നാട്ടുകാർ പറയുന്നു. സാംസ്കാരിക നിലയവും അംഗൻവാടിയും പൊളിച്ചു നീക്കിയില്ലെങ്കിൽ റോഡ് നവീകരണ പ്രവൃത്തി തടയാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. 5.5 കോടി രൂപ ചെലവിലാണ് 2.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത നവീകരിക്കുന്നത്. നിലവിൽ 5.5 മീറ്റർ വീതിയുള്ള റോഡ് BM&BC നിലവാരത്തിൽ 7 മീറ്ററാക്കി വികസിപ്പിച്ച് ആവശ്യമായ സ്ഥലങ്ങളിൽ ഓവുചാലുകളും സുരക്ഷാ ഭിത്തിയും നിർമ്മിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതാണ് പദ്ധതി. റോഡിന്റെ മറ്റു ഭാഗങ്ങളിൽ വീടുകളുടെ ചുറ്റുമതിൽ ഉൾപ്പെടെ പൊളിച്ചാണ് ആവശ്യമായ സ്ഥലം കണ്ടെത്തിയത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ റോഡിന്റെ വീതി 7 മീറ്ററാക്കി വർദ്ധിപ്പിക്കാനുള്ള സ്ഥലം പോലും കുറ്റിപ്പാല ഭാഗത്തില്ല. അംഗൻവാടിയുടെ ചുറ്റുമതിൽ മാത്രം പൊളിച്ച് റോഡിന്റെ വീതി കൂട്ടാനുള്ള ശ്രമത്തിലാണ് കരാറുകാരും പൊതുമരാമത്ത് വകുപ്പും. അങ്ങനെയായാൽ ഈ ഭാഗത്ത് ഓവുചാൽ എങ്ങനെ നിർമ്മിക്കുമെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. റോഡ് നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി അംഗൻവാടി പ്രവർത്തിക്കുന്നത് സമീപത്തെ വാടക വീട്ടിലാണ്. 25 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ നഗരസഭാ കൗൺസിൽ യോഗം നേരത്തെ അനുമതി നൽകിയിരുന്നു. സാംസ്കാരിക നിലയം ഏറെ നാളായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. റോഡ് നവീകരണ പ്രവൃത്തിക്ക് ശേഷം അംഗൻവാടിയുടെ പ്രവർത്തനം ഈ കെട്ടിടത്തിലേക്ക് മാറ്റിയാൽ കുരുന്നുകളുടെ ജീവൻ തന്നെ ഭീഷണിയിലാവുമെന്നും നാട്ടുകാർ പറയുന്നു. ഗതാഗത കുരുക്ക് പതിവായ മുക്കം അഗസ്ത്യമൊഴി മാമ്പറ്റ റോഡിന്റെ ബദൽ പാത കൂടിയാണ് PC ജംഗ്ഷൻ വെസ്റ്റ് മാമ്പറ്റ ബൈപ്പാസ്. പദ്ധതി പൂർത്തിയാവുന്നതോടെ അഗസ്ത്യമൊഴിയിലെ ഗതാഗത കുരുക്കിന് നേരിയ പരിഹാരവുമാവും. മുക്കത്ത് നിന്ന് കോഴിക്കോട് താമരശ്ശേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് അഗസ്ത്യൻമുഴി വഴി സഞ്ചരിക്കാതെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താനും സാധിക്കും. ബസ്സുകളും ടോറസ് ലോറികളും ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങളാണ് ഓരോ ദിവസവും ഇതുവഴി കടന്നു പോകുന്നത്. മികച്ച നിലവാരത്തിൽ റോഡ് നവീകരിക്കണമെങ്കിൽ ഈ കെട്ടിടം പൊളിച്ചു മാറ്റിയ ശേഷം പ്രവൃത്തി നടത്തണമെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.